അങ്ങനെ ധ്രുവകുമാരൻ്റെ ചരിത്രം നാരദ മഹർഷിയാണ് പ്രജേരസ്സുകളുടെ സത്രത്തിൽ വെച്ച് തൻ്റെ ശിഷ്യനായ ആ ധ്രുവകുമാരൻ്റെ ചരിത്രം പ്രജേരസ്സുകളുടെ സത്രത്തിൽ വെച്ച് ഉറക്കപ്പാടിയത് എന്ന് കേട്ടപ്പോൾ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന വിതുരമഹാശയൻ ചോദിച്ചു, കേതേ പ്രജേരസോ നാമ. ഈ പ്രജേരസ്സുകൾ എന്ന് വെച്ചാൽ ആരാണ്? അവർ എവിടെ വെച്ചിട്ടാണ് യജ്ഞം നടത്തിയത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അതിന് പ്രജേരസ്സുകൾ ആര് എന്ന് പറയാൻ വേണ്ടിയിട്ട് ആ ധ്രുവകുമാരൻ്റെ ചരിത്രത്തെ അല്ലെങ്കിൽ ധ്രുവകുമാരൻ്റെ കഥ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വംശ വർണ്ണന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് അങ്കൻ എന്ന പേരിലൊരു ചക്രവർത്തി ആ വംശത്തിലുണ്ടായിരുന്നു. അദ്ദേഹം സുനീത എന്ന പേരിലൊരു കന്യകയെ വിവാഹമൊക്കെ കഴിച്ചു. അനവധി നാളുകൾ കഴിഞ്ഞു, അവർക്ക് സന്താനങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് പറയണം. അപ്പോൾ കുറേ നാളുകൾ കഴിഞ്ഞു, സന്താനങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിൽ പണ്ട് രാജാക്കന്മാരൊക്കെ എന്ത് ചെയ്യും? ഒരു യാഗം ചെയ്യും അല്ലേ? എന്താണ് അതിൻ്റെ പേരെന്താ? പുത്രകാമേഷ്ടി എന്ന് പറയും. നമ്മൾ പുത്രകാമേഷ്ടി യാഗം എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഇഷ്ടി എന്ന് വെച്ചാൽ യാഗം എന്നർത്ഥമായി. അപ്പോൾ പുത്രകാമേഷ്ടി എന്ന് വെച്ചാൽ എന്തായി? നമ്മൾ ഉദ്ദേശിക്കുന്ന പുത്രകാമേഷ്ടി യാഗമായി. അപ്പോൾ വേറൊരു യാഗം എന്ന് കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല. പുത്രകാമേഷ്ടി ചെയ്തു എന്നും അതിൽ നിന്നും കുറച്ച് അവസാനം, യജ്ഞത്തിൻ്റെ അവസാനം ഒരു പാത്രത്തിൽ കുറച്ച് പായസവുമായിട്ട് ഭഗവാൻ തന്നെ അവിടെ പ്രത്യക്ഷനായി. എന്നിട്ട് അംഗമഹാരാജാവിന് ഈ പായസം കൊടുത്തിട്ട് പറഞ്ഞു, ഇത് അങ്ങയുടെ പത്നിക്ക് കൊടുത്തോളൂ, പത്നി സേവിച്ചു കഴിഞ്ഞാൽ ഒരു ഗർഭിണിയായിത്തീരും, ഒരു ഉണ്ണി ഉണ്ടാവും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. ഒരു സൽസന്താനം ഉണ്ടാവും എന്ന് പറഞ്ഞ് അങ്ങോട്ട് അനുഗ്രഹിച്ചു. ഇത് പത്നിക്ക് മാത്രമേ കൊടുക്കാവൂ എന്നും കൂടി പറഞ്ഞു എന്നാണ്. അങ്ങനെ ആ പായസമൊക്കെ സ്വീകരിച്ചു. ആ പാത്രക്കേട് തുറന്നു നോക്കിയപ്പോഴേ അതിൽ നിന്നൊരു ആവി ഇങ്ങോട്ട് വന്നു എന്നാണ്. കുറച്ചെടുത്ത് കഴിക്കാൻ, അതിൻ്റെ സ്വാദ്, ആവിയിൽ കൂടി തന്നെ അതിൻ്റെ സ്വാദ് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന് അതിന് കുറച്ച് കഴിക്കാൻ തോന്നി അംഗമഹാരാജാവിന്. പക്ഷെ കഴിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തുണ്ടായി എന്നല്ലേ, ഈ ആവി അവിടെ ആസ്വദിച്ചില്ലേ അദ്ദേഹം, വാസനിച്ചില്ലേ, അപ്പോൾ കഴിച്ച ഫലമായി എന്ന് പറയാണ്. നമ്മൾ കഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വായിൽ കൂടി മാത്രമാണെന്ന് ധരിക്കണ്ട. വായിൽ കൂടി മാത്രമൊന്നുമല്ല, മൂക്കിൽ കൂടി കഴിക്കാം, ഇനിയോ കണ്ണിൽ കൂടി കഴിക്കാം, മൂക്കിൽ കൂടി എങ്ങനെ കഴിക്കാം? അപ്പോൾ അദ്ദേഹം കഴിച്ചത് എങ്ങനെയാ? വായിൽ കൂടിയാണോ? അല്ല അല്ലേ? അതിൻ്റെ സ്വാദ് മൂക്കിൽ കൂടി അനുഭവിച്ചു. മനോഹരമായിട്ടുള്ള ഭക്ഷണമാണ് എന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്നാണ്. അതങ്ങോട്ട് ആസ്വദിച്ചു. അപ്പം എന്തായി? കണ്ണിൽ കൂടി കഴിച്ചതിൻ്റെ ഫലമായി. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിലൊക്കെ മാല കെട്ടുന്ന സമയത്തും അതേപോലെ നിവേദ്യാദികളൊക്കെ കൊണ്ടുപോകുന്ന തടപ്പുള്ളിയിൽ നിന്നൊക്കെ കൊണ്ടുപോകാറില്ലേ? അപ്പോൾ ചിലപ്പോൾ ഭക്തന്മാർ വാതിൽക്കൽ തടയും, ചിലപ്പോൾ ഇപ്പോൾ കഴിട്ടില്ല, നേദ്യാണ് എന്ന് പറയും. എന്തപ്പോൾ ഞാനവിടെ പോകുമ്പോൾ ആൾക്ക് അതിൻ്റെ ഉള്ളിൽ നേദിച്ചാൽ എന്താണെന്നൊക്കെ നമുക്ക് തോന്നാം. പണ്ടൊക്കെ ഈ നേദ്യം കൊണ്ടുപോകുന്ന പൂജാരി പോലും എങ്ങനെയായിരുന്നു? മാസ്കൊക്കെ ധരിച്ചിട്ടാണ്. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു? മാസ്ക് എന്ന് വെച്ചാലോ, ഇന്ന് അതൊക്കെ കാണണമെങ്കിൽ കൊട്ടിയൂർ ക്ഷേത്രത്തിലൊക്കെ വന്നാൽ മതി. കൊട്ടിയൂർ ക്ഷേത്രത്തിൽ വന്നവരുണ്ടെങ്കിൽ അറിയാം, അവിടെ ഭഗവാന് അർച്ചിക്കാനുള്ള പൂക്കൾ, അതേപോലെ മാലകൾ ഒക്കെ കെട്ടുന്ന അദ്ദേഹത്തെ അവിടെ പൂവൻ നമ്പീശൻ എന്നാണ് പറയുക. ഓരോരുത്തരുടെയും പ്രവൃത്തിക്കനുസരിച്ചിട്ടാണ് അവിടെ സ്ഥാനപ്പേരുകളൊക്കെ അങ്ങനെയാണ്. ഒരാളുടെ ഒരു സ്ഥാനികൻ്റെ പേരെന്തെന്ന് ചോദിച്ചാൽ വറ്റൻ എന്നാണ്. എന്താണുള്ള പേര്? വറ്റൻ. എന്താണുള്ള പണി? വറ്റ് പെറുക്കുക. ഭഗവാന് നിവേദിക്കാനുള്ള നിവേദ്യം വയ്ക്കുന്ന സ്ഥലത്ത് ആ വറ്റ് അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും പൂക്കളോ ഒക്കെ വീണിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളഞ്ഞ് അവിടെ വൃത്തിയാക്കുക. അതാണ് അയാളുടെ ജോലി. അയാളുടെ സ്ഥാനത്തിൻ്റെ വലിയ സ്ഥാനികനാണ്, വറ്റൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതേപോലെ പൂവ് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആരുടെയെങ്കിലും അടുത്ത് കൊടുത്തിട്ട് അതാ ആ പൂവ് മാല കിട്ടുന്ന ആളെടുത്ത് കൊടുത്തോളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അവിടെ അപ്രദക്ഷിണമായിട്ട് വന്ന്
അവിടെ ഒരു പ്രത്യേക ഒരു കുണ്ട് കാണാം, പോയിട്ടുള്ളവർക്കറിയാം.